നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 മാർച്ച് മാസത്തെ വിശാഖ നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. വിശാഖ നക്ഷത്രം എന്ന് പറയുമ്പോൾ വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്നത് തുലാക്കൂറിലും ശേഷം 15 നാഴിക വരുന്നത് വൃശ്ചികക്കൂറിലുമാണ്. തുലാക്കൂറുകാർക്ക് 7ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. എന്നാൽ 5ാം ഭാവത്തിൽ ശനി സ്വക്ഷേത്ര ബലവാനായിട്ടാണ് നിൽക്കുന്നതെങ്കിലും അവിടെ തന്നെ 14-ാം തീയതിക്ക് ശേഷം ലഗ്നാധിപതിയായിരിക്കുന്ന ശുക്രൻ സൂര്യനോട് യോഗം ചെയ്ത് നിൽക്കുന്നത് കാരണം കൊണ്ടും 15-ാം തീയതി ചൊവ്വ കുംഭൻ രാശിയിലേക്ക് വരുന്നത് കാരണം കൊണ്ടും പാപയെ പഞ്ചമകേശദോഷവസ്തുവോ മൗഢ്യ ദിനാരുഗ്മൃതിയോ എന്ന് പറയുന്ന യോഗമാണ്. പാപത്യസ്യ പുരാണ പുണ്യവിലയോ വേദ്യം മനക്കൊണ്ടിരുന്ന ഒരു കാര്യവുമില്ലാതെ മാനസികമായിട്ട് സംഘർഷം അനുഭവിക്കാനുള്ളൊരു യോഗമാണുള്ളത്. ആവശ്യമില്ലാതെ മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കുക, മാനസിക പിരിമുറുക്കം എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാകുക. ശത്രുസ്ഥാനത്ത് ബുധൻ നിൽക്കുന്നത് കാരണം 8-ാം തീയതിയാണ് ബുധൻ മീനത്തിലേക്ക് മാറുന്നത്. അപ്പോൾ അത് നീചത്തിലേക്ക് പോയി നിൽക്കുന്നു, ശത്രുസ്ഥാനത്ത് പോയി നിൽക്കുന്നു, ഭാഗ്യാധിപതി എന്ന് പറയുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഭാഗ്യത്തിന് കുറവ് സംഭവിക്കുന്നു എന്ന് പറയുന്നൊരു അവസ്ഥയും അതേപോലെ തന്നെ പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികൾക്ക് രോഗാവസ്ഥകളുള്ളത് കൊണ്ടോ പിതൃസ്ഥാനികളായിരിക്കുന്ന വ്യക്തികളെ തന്നിൽ പ്രായം കൂടിയിരിക്കുന്ന വ്യക്തികളുടെ രോഗാവസ്ഥ കൊണ്ടുള്ളൊരു പ്രശ്നം പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങൾ പോലെയുള്ള പ്രശ്നങ്ങളോ കൊണ്ട് കുറച്ച് ദോഷങ്ങളും ദുരിതങ്ങളും അനുഭവിക്കാനായിട്ടുള്ള യോഗമാണുള്ളത്. 15-ാം തീയതി വരെ രുചകായോഗം ചെയ്തിട്ട് ചൊവ്വ മീനൻ രാശിയിൽ നിൽക്കുന്നത് കണ്ട് ഉത്സാഹം വർദ്ധിക്കുകയും ശൗര്യം വർദ്ധിക്കുകയും കർമ്മസംബന്ധമായിട്ടുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്യുമെങ്കിലും അതിനുശേഷം കുംഭത്തിലേക്ക് മാറുന്ന സമയത്ത് മാനസികമായിട്ടുള്ള ടെൻഷൻ വർദ്ധിക്കും, കർമ്മതടസ്സം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അനാവശ്യമായിട്ട് ചെലവ് വർദ്ധിക്കാൻ യോഗമുള്ള സമയമാണ്. കാൽപാദത്തിന് വേദന ഉണ്ടാകാനായിട്ട് യോഗമുള്ള സമയമാണ്. അപ്പോൾ കാലിന് മുട്ടിന് താഴോട്ടുള്ള ഭാഗത്തുള്ള വേദനാ വിഷമങ്ങൾ അനുഭവപ്പെടുക, 10 രൂപ കൈ കിട്ടി 20 രൂപ ചെലവ് വരിക, ഇങ്ങനെയുള്ള കുറച്ച് ദോഷപ്രദമായിരിക്കുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകാൻ ഇടവരാനുള്ള സാധ്യതയുണ്ടെങ്കിലും 7ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നത് കാരണം കൊണ്ട് ദൈവാധീനമുണ്ട്. 7ാം ഭാവാധിപതി 5-ൽ നിൽക്കുന്നത് ശനിയോട് യോഗം ചെയ്തിട്ടാണ്. അത് 6ാം ഭാവാധിപതിയാണ് 7-ൽ നിൽക്കുന്നത്. അത് കാരണം കൊണ്ട് ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ, പ്രേമബന്ധങ്ങളിലൊക്കെ ചില തടസ്സങ്ങൾ അനുഭവപ്പെടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. എന്നാൽ മറ്റുള്ള രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വീട് വിട്ട് നിൽക്കാനൊക്കെ ചെറിയ യോഗങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും പ്രത്യേകിച്ച് നമുക്ക് കുറച്ച് അലച്ചിൽ കാര്യങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് കാരണം കൊണ്ട് ഗണപതി ഹോമം ചെയ്യാനും നാഗപൂജ ചെയ്യാനും ശനീശ്വരന് നീരാഞ്ജന വഴിപാട് കഴിപ്പിക്കാനും മറക്കരുത്. ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകവും അതേപോലെ തന്നെ കൂവളമാല, പിൻവിളക്ക് മുതലായിട്ടുള്ള വഴിപാടുകൾ ചെയ്യണം. ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, ചെറിയ ഗുരുതി, കടുംപായസം മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുകയും നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ വലിയ ദോഷമില്ലാതെ അനുകൂലമായിരിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകാൻ സാധിക്കും. വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴികയിൽ ജനിച്ചവർക്ക് അഷ്ടമത്തിലാണ് വ്യാഴം 6ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാരണം വ്യാഴപ്പഴമുണ്ട്, കണ്ടശനിയുടേതായിരിക്കുന്ന ദോഷമുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളും കൂടി ഉള്ളത് കാരണം കൊണ്ട് നല്ല പരിഹാരങ്ങളും പ്രാർത്ഥന മുതലായിട്ടുള്ള രീതി ഉണ്ടാകണം. അല്ലെങ്കിൽ വീടുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സംഘർഷങ്ങളും വീട് വിട്ട് നിൽക്കാനിട വരികയും ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ലാഭം കിട്ടാതിരിക്കുകയൊക്കെ ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. സഹായികളായിരിക്കുന്ന വ്യക്തികളുടെ പെരുമാറ്റം അപ്രിയമായിട്ട് തോന്നാൻ സാധ്യതയുള്ളത് കാരണം കൊണ്ട് യഥാശക്തി വഴിപാട് ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ ഈ മാസം അനുകൂലമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.